തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന അനിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ വിവാദങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ CPM ആണെന്നാണ് പറയുന്നത്. പോലീസിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചു. പക്ഷെ ചോദിച്ചത് BJPയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയോ എന്നായിരുന്നു. അതായത് CPMനെ കുറിച്ച് അവർ ഒരക്ഷരം മിണ്ടുന്നില്ല. CPM ആണ് പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയത് എന്നായിരുന്നു പ്രധാന കാരണം. പക്ഷെ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോൾ ഈ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ച് തട്ടിക്കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇതിനെ പർവ്വതീകരിച്ച് കാണിക്കാനായി ശ്രമം. CPMൻ്റെ പ്രവർത്തനങ്ങളെ പാടെ തഴഞ്ഞുകൊണ്ട് BJPയെ കോൺട്ര ചെയ്തുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സത്യത്തിൽ ഇവിടെ BJPയെ പ്രൊജക്റ്റ് ചെയ്യുകയും CPMൻ്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ CPMൻ്റെ ഈ ഒരു നടപടി സ്ഥിരമായിട്ട് ഈ പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ നടപടിയെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇത് മനഃപൂർവ്വമാണോ? തീർച്ചയായിട്ടും. ഇതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഈ മാധ്യമങ്ങളെ ഏറ്റവും ആദ്യം മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. അയാൾ പറഞ്ഞതിനകത്ത് യാതൊരു കുഴപ്പമില്ല. കാരണം അവർക്ക് അജണ്ടകളുണ്ട്. മാത്രമല്ല അവർ പറയുന്ന ലൈനിൽ പോയില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള ഒരു ശൈലിയൊക്കെ ഉള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിൽ. യാഥാർത്ഥ്യങ്ങളല്ല, താല്പര്യങ്ങളാണ് അവരുടെ മാധ്യമ പ്രവർത്തനം. അപ്പോൾ ഇതിനകത്ത് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ക്ഷുഭിതനായതിനാൽ അയാളൊരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിലേ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിന് നമ്മുടെ കൂട്ട് ഇത്രയും ഭാഷയ്ക്കകത്ത് മലയാളിയാണെങ്കിലും അയാൾ ചെറുപ്പം പോലെ ഇവിടെങ്ങും ഇല്ല. അപ്പം അറിയാമെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഈ തിരുവനന്തപുരത്തെ MP കൂട്ട് തന്നെ ചാരുതയിൽ സംസാരിക്കാനൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ ഏത് വേർഡാണ് ഹർട്ട് ചെയ്യുന്നത് ഹർട്ട് ചെയ്യാത്തതൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം അദ്ദേഹം ക്ഷുഭിതനായെന്ന് പറഞ്ഞാൽ ഇത് സാത്വികനായിട്ടുള്ളൊരു അനിലെന്ന് പറയുന്ന ആൾ വളരെ നല്ലൊരു പൊതുപ്രവർത്തകനാണ്, അല്ലെങ്കിൽ സത്യസന്ധനാണ്. അങ്ങനത്തെ ഉള്ള പൊതുപ്രവർത്തകർ ഇപ്പോൾ ഇല്ലല്ലോ, വളരെ കുറവാണല്ലോ. അവർക്ക് കാലമില്ലാത്ത ഒരു രീതിയാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കകത്തും സത്യസന്ധതയ്ക്കും അല്ലെങ്കിൽ പഴയ പോലെയുള്ള ഒരു ക്ലാരിറ്റിക്കും ഒന്നും കാര്യമില്ല. നമ്മൾ തന്നെ ചോദിക്കാറില്ല, അതിനകത്ത് പോയി 10 പൈസ ഉണ്ടാക്കണം കേട്ടോ, രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ആ ഒരു സംസാരം നാട്ടിൻപുറത്തൊക്കെ കിട്ടില്ല. ഇല്ലെങ്കിൽ ചുമ്മാ വായി നോക്കി നടന്നിട്ട് വല്ല കാര്യമുണ്ട്. ഇതാണിപ്പം പൊതുജനത്തിൻ്റെ ഒക്കെ ഉള്ള സംസാരം. അതിനപ്പുറം ഒരു സത്യസന്ധനായ പൊതുപ്രവർത്തകൻ. ഇദ്ദേഹം പലവട്ടം ഈ പറയുന്ന പോലെ പഞ്ചായത്തിലും ഒരുപക്ഷെ ഇപ്പം കൗൺസിലറും ഒക്കെ ആയിട്ടുണ്ട്. ഇയാളൊരു ബാങ്കിൻ്റെ അങ്ങോട്ട് പ്രസിഡൻ്റായിരുന്നു. ആ ബാങ്കിനകത്ത് എല്ലാ ബാങ്കിൻ്റെയും കൂട്ടി ഇപ്പോൾ സഹകരണ ബാങ്കുകൾക്കകത്ത് കുഴപ്പങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ കുഴപ്പങ്ങൾ സംഭവിക്കുകയും ബാങ്കിനകത്ത് ലോണുകൾ തിരിച്ചടവില്ലാതെ വരികയും ഈ പറയുന്ന ഡെപ്പോസിറ്റുകാർക്ക് അല്ലെങ്കിൽ അവർ വരുമ്പോൾ കൃത്യമായിട്ട് ബാങ്കിന് ലോൺ കൊടുത്തേക്കുന്ന ലോൺ തിരിച്ചടവ് ഉണ്ടെങ്കിലേ ബാങ്കിൻ്റെ വരുമാനമുള്ളല്ലോ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ ലോണാക്കി കൊടുക്കുന്നതിനകത്താണല്ലോ ബാങ്ക് നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ട് വന്നപ്പോൾ ബാങ്കിന് നല്ല ആസ്തിയൊക്കെ ഉള്ള ബാങ്ക്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ഡെപ്പോസിറ്റേഴ്സ് ഒരുപക്ഷെ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എങ്ങനെ ഒരു ബാങ്കിനകത്ത് അതിനകത്തെ പ്രസിഡൻറ്റും അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വാസ്യതയുള്ള ആൾക്കാരും ഒക്കെ വരുമ്പോൾ ഇന്ന ബാങ്ക് സഹകരണ ബാങ്കുകളുള്ള ബാങ്കുകളിലെ ഡെപ്പോസിറ്റുകൾ വർദ്ധിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ ആൾക്കാർ കൂടി. നിങ്ങളെ ഒരുപക്ഷെ ചോദിക്കും, സാധാരണ നിങ്ങളെയൊക്കെ വിശ്വസിച്ചില്ലേ ഞങ്ങൾ ഈ പൈസ തന്നത്. അപ്പോൾ ഇട്ടോളാൻ പറയുന്ന അല്ലെങ്കിൽ ഈ കള്ളനല്ലാത്തൊരു പൊതുപ്രവർത്തകന് ഈ പറയുന്നത് പോലെ അവരോട് മറുപടി പറയുന്നതിന് പലവട്ടം മറുപടി പറഞ്ഞിട്ടുണ്ടാവും. പലവട്ടം മറുപടി പറയുമ്പോഴും ആ മറുപടിക്ക് അല്ലെങ്കിൽ ആ മറുപടി തരാമെന്ന് പറയുന്ന സമയത്ത് തരാമായിരിക്കും. ഇതിൻ്റെ പുറത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ഇപ്പോൾ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇയാളെ പോലീസിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിനകത്ത് അത് പിടിച്ചു നിൽക്കുന്നതിനോ അല്ലെങ്കിൽ അയാൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് അല്ലെങ്കിൽ അറിയാതെ ചെയ്തൊരു കുറ്റത്തിന് കുഴപ്പക്കാരനാകും എന്ന് കണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ഒരുപക്ഷെ BJPക്ക് ഇവിടെ വലിയ കുഴപ്പങ്ങളുണ്ടാക്കി. ഇത്രയും സാത്വികനായിട്ടും സത്യസന്ധനായിട്ടും ജനപ്രതിനിധിയായിട്ടും നിയമം ഉറ്റുനോക്കുന്ന BJPക്ക് നാളെ കാലത്ത് നിയമസഭാ സീറ്റ് ഉണ്ടാക്കാൻ ഉറ്റുനോക്കുന്ന മണ്ഡലത്തിൽ നിന്നൊക്കെയായിരുന്നു സംഭവിച്ചു. അപ്പം അതിന് വന്നപ്പോൾ ഈ പറയുന്ന കൗൺസിലറുടെ ആത്മഹത്യയുടെ കാരണക്കാരൻ BJP ആണെന്ന് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് പറയിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ച് ആ ഒരു ആത്മഹത്യയുടെ കെയർ ഓഫ് BJPക്കാണ്, അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലെ BJP ഭരിക്കുന്ന ബാങ്കിനകത്ത് ക്രമക്കേടുകൾ നടന്നുകൊണ്ടാണെന്നോ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം. ഇത് ഈ ഒരു ആത്മഹത്യയെ പർവ്വതീകരിക്കുന്നതിനപ്പുറം BJPയെ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്വഭാവം ഞാൻ ആദ്യം പറഞ്ഞ ദൂര മാധ്യമങ്ങൾക്കുണ്ട്. കാരണം മാധ്യമപ്രവർത്തനം സ്വതന്ത്രമല്ല. ഇപ്പോൾ ഒരു മാധ്യമത്തെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാം ഇപ്പോൾ കമ്പനി സ്റ്റൈലാണല്ലോ, കൊണ്ടുപോകുന്നതിന് സമ്പത്ത് വേണം. പഴയതുപോലെ
ഈ പറയുന്നത് പോലെ വാർത്തകൾ അല്ലെങ്കിൽ പ്രചരണങ്ങളോ അല്ലെ സാധാരണ രീതിയിലേക്ക് ഒന്നും കൊണ്ടുപോകില്ല, പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ ഇത് ചില ടാർഗറ്റുകൾ അല്ലെങ്കിൽ ചില കുത്തകളുടെ കയ്യിലാവുകയും അവരുടെ ഭീഷണിക്ക് വഴങ്ങുകയും അല്ലെങ്കിൽ ഇതിൻ്റെ ഓഹരികൾ ചില പ്രത്യേക താല്പര്യക്കാരുടെ കയ്യിലാവുകയൊക്കെ ചെയ്യുമ്പോൾ വാർത്തകൾ അവർക്ക് താല്പര്യമുള്ള രീതിയിലുണ്ടാവണം. കേരളത്തിലെ പ്രത്യേകിച്ച് BJP ടാർഗറ്റ് ചെയ്യുന്ന മാധ്യമപ്രവർത്തനമുണ്ട്. അതായത് അതിൻ്റെ കാരണം ഞാനീ പറഞ്ഞത് തന്നെയാണ്. കാരണം ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് ചില പ്രത്യേക താല്പര്യമുള്ളവരാകുന്നു, അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് മാധ്യമങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാർത്തകൾ ചമച്ചാൽ ആ വാർത്തകൾ ഉണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തകന് ഒരുപക്ഷെ രഹസ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൈമടക്ക് കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. അതിന് ഉദാഹരണമാണ് 2024 ശേഷം ഇലക്ഷന് ശേഷം ലേഖനം എഴുതുന്നതിന് 1000 രൂപ അല്ലെങ്കിൽ പല മാധ്യമങ്ങളും ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന പണി, ഇന്ത്യക്കെതിരെ ചെയ്തുകൊണ്ടിരുന്ന പണി, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ചെയ്തുകൊണ്ടിരുന്ന പണി, BJPക്കെതിരെ ചെയ്തുകൊണ്ടിരുന്ന പണി, അതിനുശേഷം ഇവിടുന്ന് കടയും പൂട്ടി താക്കോലും എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഓടിയ അത് NGOസിനെയും മാധ്യമങ്ങളെയും യൂട്യൂബുകളെയൊക്കെ നമ്മൾ കണ്ട അതേ രീതിയിലേക്കുള്ള മാധ്യമപ്രവർത്തനം നടത്തുന്ന പല മാധ്യമങ്ങളുമുണ്ട്. ഈ മാധ്യമങ്ങൾക്കകത്താണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യമുള്ള മാധ്യമം കൈരളിക്ക് എതിരെ ആണ്, അല്ലെങ്കിൽ ഇന്നലെ കൈരളിക്കെതിരെയാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. കൈരളിയുടെ ലേഖനമാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ യോഗ്യമല്ലാത്ത സഭ്യമല്ലാത്ത ആ സമയത്ത് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചത്. അത് പിന്നെ മാധ്യമ പ്രവർത്തകർക്ക് സംഘടനയുണ്ടല്ലോ, കാപ്പന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചതും ഇപ്പോഴും കാപ്പൻ ഈ പറയുന്നത് പോലെ പണി എന്താണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിയുമ്പോഴും അതിൻ്റെ പുറകിൽ അയാളൊരു മാധ്യമ പ്രവർത്തകനാണെന്ന് നിർബന്ധം പിടിച്ചു നിന്ന് അയാളെ സംരക്ഷിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം. എന്നുവെച്ചാൽ അയാൾ മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞാലേ, ഭീകരനാണെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. അയാൾ മാധ്യമപ്രവർത്തനം ഭീകരനാ, മനസ്സിലായില്ലേ? അവൻ്റെ പണി അതാ. അവൻ്റെ പേരിൽ UAPA കേസുണ്ട്. അവന് വേണ്ടി കപിൽ സിബലിനെ കൊണ്ടുവന്ന് 100 കോടി രൂപ അല്ലെങ്കിൽ ഒരു മാസം ഉള്ളതിനകത്ത് 100 കോടി ക്ലബിനകത്തുള്ള കപിൽ സിബൽ, അയാളെ കൊണ്ടുവന്ന് കപിൽ സിബൽ പറയുന്നത് എന്താ പറയുക, ഞാൻ ഫ്രീ ആയിട്ട് വാദിക്കുമെന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി കഴിഞ്ഞിട്ടുള്ള അടുത്ത ആളാണ്. ഫ്രീ ആയിട്ട് വാദിക്കുമെന്ന് വെളി പറഞ്ഞാൽ മതിയല്ലോ, മദനിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് പല വക്കീലന്മാരും വായിച്ചാൽ. പക്ഷേ കിട്ടുന്നത് എത്ര, കുറേ കൂടെ കോടാനുകോടി രൂപയെ. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്കുള്ള മാധ്യമ പ്രവർത്തനം, ആ സംസ്കാരമുള്ള മാധ്യമ പ്രവർത്തനം, അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിൽ. അപ്പോൾ ഇവിടെ ടാർഗറ്റ് ചെയ്യേണ്ട സുരേഷ് ഗോപി നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു? സുരേഷ് ഗോപിയുടെ പുറകിൽ എന്തൊരു ശല്യമായിരുന്നു. സുരേഷ് ഗോപി കൈ പൊക്കുന്നു, അപ്പം കക്ഷം കാണുന്നു, അല്ലെങ്കിൽ നടക്കുമ്പം ഇയാൾ ഇങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ അയാൾ പറയുന്നത് ശരിയാണ്, എല്ലാത്തിനകത്തൊന്നും കുഴപ്പമാണ്. അയാളുടെ പുറകെ നടന്നു, അയാളുടെ കാര്യം ചെയ്തു, അയാളെ പുറകെ നടന്നൊരു പണി ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ പുറകില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്കകത്ത് ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ എന്തെങ്കിലുമൊക്കെ നടത്തിയാലോ, നാളെ കാലത്ത് ഈ പറയുന്ന പോലെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ അയാളുടെ കെയർ ഓഫിൽ പഞ്ചായത്തുകൾ തോറും വോട്ട് ചേർക്കുന്നുണ്ട്. BJP ഇപ്പോൾ പുതിയ വോട്ടുകൾ ചേർക്കുമ്പോൾ BJPക്ക് പഞ്ചായത്തുകൾ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യത. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവിടുത്തെ BJPയുടെ വളർച്ചയെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആഗ്രഹിക്കുന്നതിനകത്ത് കുഴപ്പമില്ല, കാരണം അവരുടെ സ്പേസ് പോകുമെന്ന് വിചാരിക്കും. പക്ഷെ അതിനപ്പുറം വേറെ ചില താല്പര്യങ്ങൾ കൊണ്ട് ഇന്നതൊക്കെ മതി, അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ മതി, ജനം ആഗ്രഹിക്കുന്നവരൊന്നും വേണ്ട, അല്ലെങ്കിൽ ജനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരെ വഴിതിരിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലായ്മ ചെയ്ത് മോശമാക്കി വിടുന്നതിന് വേണ്ടി ഉള്ള ഒരു ഈ മാധ്യമ പ്രവർത്തനം, അതിൻ്റെ ഭാഗമാണ് ടാർഗറ്റ് ചെയ്തത്. അതായത് പൂട്ടിക്കെട്ടിയ കൈരളി. കാരണം കൈരളിയിലെ ഏതെങ്കിലും വാർത്ത ഇവിടെ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും കാണുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം അത് ഇപ്പോൾ CPMൻ്റെ ഭാഗമായിട്ട് ദേശാഭിമാനി പത്രം നോക്കുമ്പോൾ എണ്ണത്തിന് നോക്കുമ്പോൾ മനോരമ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തോ അല്ല 3ാം സ്ഥാനത്തോ, ആ റൂമിൽ കഴിഞ്ഞപ്പോൾ 3ാം സ്ഥാനത്ത് വരുന്നു. പക്ഷേ അത് വായിക്കുന്നവരുടെ എണ്ണം എത്ര? പത്രം വരുന്നതെന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാധീനം കൊണ്ട് പത്രം ഇടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പത്രത്തിൻ്റെ എണ്ണം കൂട്ടുന്നുണ്ട്, വായിക്കുന്നത്. അതുപോലെയാണ് കൈരളി നടന്നു പോകുന്നത്. ഈ പറയുന്നത് പോലെ ബലവത്തമായിട്ടുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ CPM കേരളത്തിലുണ്ടായതുകൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അത് പരസ്യത്തിൻ്റെ രൂപത്തിലായാലും മറ്റു ചില ഫണ്ടുകളുടെ രൂപത്തിലായാലും പാർട്ടിയും മറ്റ് പല കെയർ ഓഫിലും പിരിച്ചെടുക്കുന്നതുകൊണ്ട് മാത്രം നടക്കുന്നത്. അപ്പം അതാണ്, അല്ലെങ്കിൽ ആ മാധ്യമത്തിന് യാതൊരു വാലിഡിറ്റിയും ഇല്ലാത്ത, അല്ലെങ്കിൽ ആ മാധ്യമത്തെ പൊതുജനം ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവലംബിച്ചുകൊണ്ട് പൊതുജനം പുച്ഛിച്ചു തള്ളുന്ന, അതായത് ഈ ഒരു മാധ്യമമായിട്ട് മാറിയിട്ടുണ്ട് പല മാധ്യമങ്ങളും. അതിൻ്റെ കൂടെ കൈരളി ഒന്നാമത് വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോകുന്നു. ഇന്നലത്തെ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വന്ന അന്നു മുതൽ അയാളുടെ പുറകെ നടന്ന് അയാളുടെ കുറവുകൾ, പ്രത്യേകിച്ച് മീഡിയ വണ്ണിൻ്റെയൊക്കെ ഒരു പണി നമ്മൾ ആര് വന്നാലും അതിൻ്റെ പുറകെ നടന്നിട്ട് അവർക്കെതിരെ, അല്ലെങ്കിൽ BJPയുടെ ആ രീതി, ആ ഒരു മാധ്യമപ്രവർത്തനം ഒരു മീഡിയ വൺകാരൻ ചെയ്യുന്നത് അവൻ്റെ ജോലിയാകാം, അല്ലെങ്കിൽ അവൻ അത്തരത്തിലുള്ളൊരു മാധ്യമമാകാം. പക്ഷേ ബാക്കിയുള്ളവരും പേരങ്ങനെയല്ലേലും അതേ ജോലി കേരളത്തിൽ ചെയ്യുന്നു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു
രാഷ്ട്രീയക്കാരൻ BJP-ക്കകത്ത് ടാർഗറ്റ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരനായിട്ട് RC മാറുന്നു. ഒരുപക്ഷെ ഇന്നലെ വളരെ കൃത്യമായിട്ട് RC ക്ഷുഭിതനാകുന്നു. നിങ്ങൾ ചെയ്യുന്ന ജോലി ഇതാണ്, നിങ്ങൾക്കിതേ ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥ. സാധാരണ രാഷ്ട്രീയക്കാരങ്ങനെ പറയാറില്ല. സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ ഈ പറയുന്ന പോലെ ഏതാണ്ടൊരു ഭാഷ പറഞ്ഞല്ലോ, ഇച്ചിരി അതിനുവേണ്ടി ആണ് മാധ്യമപ്രവർത്തനം. ഇന്നലെ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾ അതേ ചെയ്യത്തുള്ളൂ, കള്ളന്മാരുടെ മാധ്യമമാണ് കൈരളി എന്ന് പറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ട്. ഇതാണ് മാപ്രകൾ വളരെ കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖരൻ്റെ എതിരെ തിരിഞ്ഞിരിക്കുന്നു. അത് പലവട്ടം ഉണ്ടായിരുന്നു. ഇന്നലെ അതൊരു ഏറ്റുമുട്ടൽ കലാശിച്ചു എന്ന് വേണം കരുതാൻ. അത് സഭ്യമല്ലാത്ത മാധ്യമപ്രവർത്തനം. ഒരാൾ മരിക്കുന്നു, അയാൾ ഒരു നല്ല മനുഷ്യനാണ്, അയാളുടെ മരണത്തെ വരെ രാഷ്ട്രീയവൽക്കരിക്കാൻ, വക്രീകരിക്കാൻ ഒരു മാധ്യമം ശ്രമിക്കുന്നത് ശരിയായ മാധ്യമധർമ്മമല്ല. അത് എന്തിൻ്റെ കെയർ ഓഫിലായാലും അങ്ങനെ തന്നെ വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.